ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ അൽ ഹിലാലുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് അവസാനിക്കുക. ഈ കരാർ ഇതുവരെ പുതുക്കാൻ അവർ തയ്യാറായിട്ടില്ല. അൽ ഹിലാലിന് ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. നെയ്മർ വലിയ പരിക്കിൻ്റെ പിടിയിലാണ്. അദ്ദേഹത്തിന് അൽ ഹിലാലിന് വേണ്ടി അങ്ങനെയൊന്നും കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. നെയ്മർ ജൂനിയർ എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ സംശയങ്ങൾ തുടരുന്നുണ്ട്. ഒരു അവ്യക്തതയാണ് അദ്ദേഹത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിലുള്ളത്. ഇന്റർ മയാമിക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ASനെ ഉദ്ധരിച്ചുകൊണ്ട് goal.com നൽകിയിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയറിലുള്ള ഇന്റർ മയാമിയുടെ താല്പര്യം അവസാനിച്ചിട്ടില്ല. അവരുടെ ഉടമസ്ഥർക്ക് ജോർഹെ മാസ് ഉൾപ്പെടെയുള്ള ഉടമസ്ഥർക്ക് നെയ്മർ ജൂനിയറെ കൊണ്ടുവരാൻ വലിയ താല്പര്യമുണ്ട്. ഒരു റിയലിസ്റ്റിക് ടാർഗറ്റ് ആയിക്കൊണ്ടാണ് അവർ നെയ്മർ ജൂനിയറെ പരിഗണിക്കുന്നത്. ഈ സൗത്ത് അമേരിക്കൻ താരത്തെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്റർ മയാമി നടത്തും എന്നാണ് ASനെ ഉദ്ധരിച്ചുകൊണ്ട് goal.com ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ വരുന്ന ജനുവരിയിൽ നെയ്മർ ഇന്റർ മയാമിൽ എത്താൻ സാധ്യത കുറവാണ്. കാരണം അദ്ദേഹത്തിന്റെ പരിക്കും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ അഥവാ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം നെയ്മർ ജൂനിയറെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങൾ ഇന്റർ മയാമി നടത്തും എന്ന കാര്യം കൂടി ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽ ഹിലാലിനോടൊപ്പം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കണം എന്നുള്ള ഒരു സ്വപ്നം നെയ്മർ ജൂനിയർ പങ്കുവച്ചിരുന്നു. അതിനുശേഷം നെയ്മറെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ ഈ ഒരു അമേരിക്കൻ ക്ലബിനുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് അദ്ദേഹത്തെ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ സാലറി മാത്രമായിരിക്കും ഒരു പ്രശ്നമായിക്കൊണ്ട് തുടരുക. MLS ആ ഒരു സാലറി നിയമങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നെയ്മർ ജൂനിയറെ കൊണ്ടുവരാൻ ഇന്റർ മയാമിക്ക് സാധിക്കും എന്നുള്ളതാണ്. നെയ്മർക്കും ഈ ഒരു അമേരിക്കൻ ക്ലബിലേക്ക് വരുന്നതിൽ എതിർപ്പൊന്നും ഉണ്ടാവില്ല. കാരണം ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും ഒക്കെ അവിടെയുണ്ട്. എന്നാൽ നെയ്മർ ജൂനിയർ തൻ്റെ മുൻ ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസിലേക്ക് മടങ്ങിയെത്തിയേക്കും എന്നുള്ള റൂമറുകൾ വളരെ വ്യാപകമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.